കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ വിശാലായിട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചില്ലേ? ഏതായാലും കൊള്ളാം. അപ്പൊ ഞാൻ ലൈറ്റൊക്കെ എടുത്ത് വയ്ക്കാം. എടോ, അവരുടെ അല്ല. പിന്നെ ആരുടെയാ? അങ്ങനെ. ഓ, മനസ്സിലായി. സാറേ, ഇതിനിപ്പോ ഇങ്ങനെ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് ഇതിപ്പോ പതിവാണെന്ന്. ഇതിപ്പോ നമ്മളെ നാട്ടിൽ ആയി തുടങ്ങി. പത്ത് 20 25 ഓരോ വെഡിങ് ആനിവേഴ്സറി പറയുമ്പോ ഓരോ ഫോട്ടോഷൂട്ട്, ഓരോ ആൾക്കാരുടെ കാര്യങ്ങള്. സാറേ, കഴിഞ്ഞ ദിവസം കുമരകത്ത് ഒരു ഫോട്ടോഷൂട്ടിന് വിളിച്ച്. ഷൂട്ട് ഹൗസ് ബോട്ടില്. പയ്യാണെങ്കിൽ ഒരു 85 വയസ്സ് വരും. അയാൾ ഒന്നാണെങ്കിലോ വടിയും കുത്തിപ്പിടിച്ച്. പിന്നെ സത്യം പറഞ്ഞാൽ സാറെ വിശ്വസിക്കൂല, പെണ്ണിനാണെങ്കിൽ മക്കളും മരുമക്കളും കൂടെ എടുത്താണ് ഹൗസ് ബോട്ടിൽ കയറ്റത്. അല്ല, എന്തു പറ്റി? എല്ലാരും ഭയങ്കര സീരിയസ്. എടോ പൊട്ടാ, അവരുടെ അല്ല ഫോട്ടോഷൂട്ട്, എന്റെയാ. എന്റെ അല്ല, അതെങ്ങനെ? അപ്പൊ പയ്യെ ഇപ്പോഴുള്ള ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കല്യാണം കഴിക്കാൻ പോവാ. എന്റെ രാഘവ് സാറേ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഈ പ്രായത്തിൽ ഈ ചതി സത്യാമ്മയോട് വേണ്ടായിരുന്നു. സത്യാമ്മ. എടോ മണ്ട, കല്യാണം കഴിക്കാൻ പോകുന്ന ഞാനും വിഷ്ണുവേട്ടനാ. സത്യമായിട്ടു? ഇയാൾ അധികമൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട. ഫോട്ടോ എടുക്കാൻ വന്നാ ഫോട്ടോ എടുത്തിട്ട് പോയാ മതി. ഓ ശരി സത്യാമ്മ. എന്നാ തുടങ്ങാം. വാ. ഇങ്ങോട്ട്. അല്ല, ആശാൻ കൊണ്ട് ഇവിടെ ഒന്നില്ലേ? ഇങ്ങോട്ട് വാ ആശാൻ. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. എന്തു പറ്റി? വിഷ്ണു ആശാനും മോളോടുള്ള സ്നേഹപത്രം നീ ക്ലീറ്റസിനറിയാം. ഇപ്പം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചിരിച്ചു പിടിച്ച് നിൽക്കണമെന്നേ ഉള്ളൂ. എന്തുമാത്രം സ്നേഹം ആ ചങ്ങിനുള്ളിൽ ഉണ്ടെന്നറിയാമോ? അറിയാം ക്ലീറ്റസേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ചില വഴികൾ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു നടക്കാനാവില്ല. എന്നാലും എന്താ അവിടെ? ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ക്യാമറയുടെ പടം മാത്രം കണ്ടിട്ടുള്ളവളോടാണോ ബാക്ക്ഗ്രൗണ്ട് ഡിസ്കസ് ചെയ്യുന്നത്? ഇങ്ങോട്ട് വാടോ. ഞാൻ ചെല്ലട്ടെ, രാക്ഷസി വിളിക്കുന്നിട്ടില്ലേ? തുടങ്ങിക്കോ. ഇപ്പോ ആശാ ഒന്ന് കഴിക്കുന്നു. എനിക്ക് വിഷ്ണുട്ടാ ഒന്ന് കഴിച്ചേ. രണ്ടുപേരും ഒന്ന് ചേർന്ന് തന്നെ. അങ്ങനെയല്ല, അഭിമുഖം. മുഖത്തോട് മുഖം. രണ്ടുപേരും ആ കൈ ഒന്ന് ഓർത്ത് പിടിച്ച്. ഒന്ന് കോർത്ത് പിടിക്കുക ആശാന്. ഒരു സെക്കൻഡ്. ഇനി കൂട്ടി ഒന്ന് ചാഞ്ഞെന്ന്. ആശാനെ ആ നടുവിന് ചെറുതായിട്ട് താങ്ങി കൊടുത്തേക്കണേ. ഒരു താങ്ങ കൊടുക്കേണ്ടത്. അതെ, കൈ നശിപ്പിച്ച്. ഡാൻസ് ചെയ്യാനല്ല പറഞ്ഞത്, ഇത് സ്റ്റിൽ ക്യാമറ ആണ്, അല്ലാതെ വീഡിയോ ക്യാമറ അല്ല. നിർത്ത ഇതിനകത്ത് പതിയൂല. ഒന്നുകൂടെ നോക്കാം. ശരി, പൊസിഷൻ നിൽക്കും. ഞാൻ വേറൊരു പൊസിഷൻ പറയാം. പറഞ്ഞു. ഇങ്ങനെ. ഇതെങ്ങനെ? അടിപൊളിയല്ലേ? കാളപ്പോരല്ല,
കല്യാണത്തിനാണ് പോണത്. വരും മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് വരും. ഇതൊന്നും ശരിയാവൂല. പിന്നെ എങ്ങനെ എടുക്കണം എന്നാ? നിങ്ങളെ രണ്ടുപേരും തമ്മിൽ ഒരു ഇന്റിമസി കിട്ടുന്നില്ല. അതുണ്ടെങ്കിൽ ഷൂട്ട് ശരിയാവൂ. അതിന് സുസ്മിതേ, അയാള് പറയുന്നത് കേൾക്ക്. ക്ലീറ്റസ് പറഞ്ഞു കൊടുക്ക്. മാഡം, ഈ കുട്ടിക്ക് പ്രണയത്തിന്റെ ഒരു ഫീലും വരുന്നില്ല. അത് ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിരുന്നു. അതിനിപ്പോ ആരാ? ആ കുട്ടിയോ ചെയ്യാ. ഇവളോ? വേണ്ട, ശരിയാവില്ല. പൊസിഷൻ കാണിച്ചു തരാനല്ലേ അവള് ചെയ്യട്ടെ സുസ്മിതേ. അത് തന്നെ. ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങള്. ആ കുട്ടി വരൂ. ആ കുട്ടി അവിടെ നോക്കിക്കോളൂ. വരൂ. ആ, ഇവിടേക്ക് കുട്ടി കമാ. അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നേ. പൊസിഷൻ ഓക്കെ? റെഡി? കൈ ഇങ്ങനെ. പെർഫെക്റ്റ്. ഇനി ഞാൻ മാറ്. അതെ. കുട്ടി മത്തങ്ങയല്ല, ലവ് സിമ്പൽ വരണം. പിടിക്ക് വിഷ്ണുട്ടാ. ഇങ്ങനല്ലേ? ഇപ്പൊ ശരിയായോ? ഇല്ല, നോക്കട്ടെ. ഇത്രയൊക്കെ മതി. അല്ല, ഒന്നുകൂടെ നോക്കാം. വേണ്ട വേണ്ട, തൃപ്തിയായി. കുട്ടി അടുത്ത പൊസിഷൻ കാണിച്ചേ. ചെല്ലു. ആ കുട്ടി മാറി നോക്കിയോ. നിക്ക്, തിരിഞ്ഞു നിക്ക്. ഇങ്ങനെ. ഉഗ്രൻ. പെർഫെക്റ്റ് മാച്ച്. ഓക്കെ. ഇയാള് ജോലി ചെയ്താ മതി, കമന്റ്സ് ഒന്നും വേണ്ട. സോറി സത്യമേ, സത്യം പറഞ്ഞതേ ഉള്ളൂ. റെഡി? നോക്കാം ഒന്നൂടെ. ഇതാണോ വലിയ പൊസിഷൻ? ഞാൻ ഈസി ആയിട്ട് ചെയ്തോളാം. മാറങ്ങോട്ട്. റെഡി? ഇതെന്തോ നീ കൂടി സർക്കസ് കളിക്കുന്ന? അതെ, ഇതുപോലത്തെ അപകടം പിടിച്ച പൊസിഷൻ ഒന്നും വേണ്ട. വേറെ കാണിച്ചു തരാൻ പറ അവളോട്. ആ കുട്ടി അടുത്തൊന്ന് കാണിച്ചോട്. ശ്രദ്ധിച്ച് നോക്കിക്കോളണേ.
വേണ്ട, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എന്ത് ഭംഗിയായിരിക്കണ നോക്കിയാണ്. മതി, എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് മാറ് മാറ് മാറ്. എടുത്തത് അത്രയൊക്കെ മതി. അത് പോയി പ്രിന്റ് അടിച്ചോണ്ട് വാ. വാ മോളെ, പതുക്കെ പതുക്കെ പതുക്കെ. സൂക്ഷിച്ച്. എന്നാലും ആശാനെ കളിച്ചല്ലേ. പോട്ടെ, ശരി ആശാനെ. അപ്പൊ ശരി, പോയിട്ട് വരാം. അന്യന്മാർക്ക് പോലും അല്പം മനസ്സിലുമുണ്ട്. ശാലിനി ചെയ്തതിനേക്കാൾ ഗംഭീരമായിട്ട് സുസ്മിത ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ അത് മനഃപൂർവ്വം ചെയ്തല്ലേ? അല്ല, കയ്യിൽ നിന്ന് സ്ലിപ്പായതാ. ആ, ആണെങ്കിലും കുഴപ്പമില്ല. ചിലര് വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമായി നിൽക്കുമ്പോ ഇങ്ങനെ ചില ചെറിയ തമാശകളൊക്കെ വേണമല്ലോ. ഫോട്ടോഷൂട്ട്. ഇത് സ്വർണ്ണമല്ല. എന്റെ അമ്മേ, ഇത് നോക്കി.
ഇതും സ്വർണ്ണമല്ല. ശോ, അടുത്ത് നോക്ക്. ആ ഇത് അവസാനത്തേതാ. ഇതും ചെമ്പ് തന്നെ. ഈശ്വരാ. 30 പാവം പോയിട്ട് 30 ഗ്രാം സ്വർണം മൊത്തത്തിൽ പൂശിയിട്ടില്ല. ചെയ്തതാരായാലും ബുദ്ധിരാക്ഷസം തന്നെയാ. അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല മുക്കാണെന്ന്. ബുദ്ധിരാക്ഷസനല്ല, ബുദ്ധിരാക്ഷസി. കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ 30 പവനോ? അതെ, 30 തികച്ചുണ്ട്. എനിക്കുള്ളത് തന്നാ ഞാനങ്ങ് പോയേക്കായിരുന്നു. ഇയാൾക്കുള്ളത് എന്തോ തരണമെന്നാ? ഇതിലുള്ള ഒരു ആഭരണമെങ്കിലും സ്വർണ്ണമായിരുന്നെങ്കിൽ തരുന്നതിൽ ഒരു ന്യായം ഉണ്ടായിരുന്നു. ഇത് മൊത്തം ചെമ്പല്ലേ? ഞങ്ങൾക്ക് മൊത്തം നഷ്ടവും. അതിനിപ്പോ ഞാനെന്ത് കഴിച്ചെന്നാ? അവര് തരുന്ന ഒരാഭരണമെങ്കിലും സ്വർണമാണെങ്കിലല്ലേ എനിക്കത് വരച്ചു കാണിക്കാൻ പറ്റൂ. അല്ലാതെ ചെമ്പിനെ സ്വർണ്ണമാക്കാനുള്ള മന്ത്രവിദ്യയൊന്നും എന്റെ കയ്യിലില്ല. അതിപ്പോ ഞാൻ എന്തേലും കൊടുത്തു വിടുക ഷോടിച്ചേട്ടാ, ശല്യം ഒഴിയട്ടെ. കൊണ്ടുപോയി തിന്നി. 20 ഉലുവയോ? താനിവിടെ നിന്ന് കുറെ ഉരച്ചതല്ലേ ഉള്ളൂ. എന്നാ പിന്നെ തനിക്ക് ഇവിടെ ഇരുന്ന് അങ്ങ് ഉരച്ചാ പോരായിരുന്നു. എന്നെ എന്തിനാ വിളിച്ചത്? ആവശ്യത്തിൽ അധികം ഉണ്ട്, കൊണ്ടുപോയി ഞണ്ണ്. ഇതുകൊണ്ടൊന്നും നന്നാവാൻ പോണില്ല കേട്ടോ. ദാ ഇയാൾ തന്നെ അങ്ങ് വെച്ചോ. പണിയെടുപ്പിച്ചതും പോരാ, പ്രാക്കും കൂടിയോ? വെറുതെ അല്ല ഓരോരുത്തർ 10-12 ലക്ഷം കബളിപ്പിക്കുന്നത്. മനസ്സിലിരിപ്പ് നന്നാണ്. അത്രയും ലാഭം. ഇങ്ങോട്ട് മാറി നിക്കടി. വിജയലക്ഷ്മി ഒരു മണ്ടിയാണെന്ന് കരുതിയോടി. വിജയന്റെ ഞാൻ എടി അവിടെ ഒരു വിജയാന്റി. ഈ പടി കടക്കാൻ നിനക്ക് എന്താണ് യോഗ്യത? ചായക്കടക്കാരിയുടെ മോളെ പിന്നെ ഇത് ഞാൻ അയ്യോ വിജയ്, നീ എന്തായി കാണിക്കുന്നേ? ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാൻ. ഇവിടെ കൊല്ലണം കൃഷി കുടിച്ചോട്ടാ. ഇവിടെ കാലം ഞാനിത് ഭ്രാന്ത് കാണിക്കാതെ വിജയ്. അവളെ കൊന്നിട്ട് നീ എന്താ ജയിലിൽ പോകാൻ വേണോ? അതുകൊണ്ട് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കിട്ടുമോ? ഞാൻ പിന്നെ എന്ത് വേണമെന്ന കൃഷി കുടിച്ചേട്ടൻ പറയുന്നത്? ഇവിടെ ഞാൻ വഴിയുണ്ട്. നീ വാ 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 പറയട്ടെ. നോക്കിക്കോ, നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. ഇങ്ങോട്ട് പാടി വരാനല്ലേ പറഞ്ഞ വരാൻ. നീ നോക്കിക്കോ. പോ അങ്ങോട്ട്.
അവൾ നടു ശരിയായോ? എന്നാലും തലയുടെ സുഖം മാറില്ലല്ലോ. സുസ്മിതേ, നിനക്ക് അവിടെയാണ് കുറച്ചേരം കിടന്നൂടെ? എന്തിനാ വയ്യാത്ത നടുവും വെച്ച് നടക്കുന്നേ? ഇത്തിരി മരുന്നിട്ട് തടവിയപ്പോ എന്റെ നടുവിന്റെ പ്രശ്നം മാറി. എന്നെ അങ്ങ് കിടത്തിക്കളയാന്നൊന്നും ആരും വിചാരിക്കണ്ട. ആരൊക്കെ വെള്ളം കോരിയാലും ഈ കല്യാണം നടക്കും. അങ്ങനെയൊക്കെ ഇവിടെ ആരെങ്കിലും സംസാരിച്ചോ? സംസാരിച്ചില്ലെങ്കിലും പലരുടെയും മനസ്സിലതുണ്ട്. എനിക്കത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആമേ, എന്തിനാ അവളിങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? ഇവിടെ നടക്കുന്ന പലതും കാണുമ്പോ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് രാഘവേട്ട. സാധാരണ ഒരു ഫോട്ടോഷൂട്ടിലൊക്കെ എന്തുമാത്രം എനർജി ഉണ്ടാവേണ്ടതാ. ഇവിടെ ആർക്കും അതിലൊന്നും ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഒരാളോട് നമുക്കുള്ള താല്പര്യം അവരുടെ സംസാരവും സാമീപ്യവും കൊണ്ട് നമുക്കുണ്ടാവും തോന്നലാ ഭാമേ. അതിപ്പോ പോസിറ്റീവ് എങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ്. ഇവിടുത്തെ നെഗറ്റീവ് എനർജിയുടെ പ്രഭവ കേന്ദ്രം എവിടെയാന്നൊക്കെ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. മോളെ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, മോള് ക്ഷമിക്ക്. മോൾ അവിടെ പോയിരിക്കെ. ഇരിക്കേ. നല്ല വേദനയുണ്ടോ സുസ്മിതേ? ഇല്ല, നല്ല രസം. കുറച്ച് കഴിയുമ്പോഴേ പ്രീതി ഒന്ന് വീണ് നോക്കണേ. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പ്രീതി ഇപ്പൊ വീഴണ്ട കേട്ടോ. മറ്റന്നാൾ കല്യാണമല്ലേ? സുസ്മിതയുടെ കൂടി സാന്നിധ്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ആ, വെഡിങ് കാർഡ് അടിച്ചു കിട്ടിയോ ആന്റി? ഇന്ന് കിട്ടും മോളെ. പഴയത് അടിച്ചത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതിന്റെ ഡേറ്റ് മാറ്റിയാലും മതി. ആന്റി, പ്രീതി, അല്ല ഭാമേ, അധികം കാർഡൊന്നും വേണ്ടല്ലോ. നമ്മൾ കുറച്ചു പേരെല്ലാം ക്ഷണിക്കുന്നുള്ളൂ. അതെ, ആദ്യം ഇതൊന്നും നടന്നു കിട്ടുമെന്ന് അറിയണമല്ലോ. എന്താ പ്രീതി നിനക്ക്? അല്ലമ്മേ, കഴിഞ്ഞ തവണ നാടടച്ച് ക്ഷണിച്ചതല്ലേ, എന്നിട്ടാകെ നാണം കിട്ടും എന്ന് കരുതി ഇനി അങ്ങനെ സംഭവിക്കുമെന്നാണോ? പ്രീതി പറഞ്ഞോട്ടെ ആന്റി. ഈ താലി എന്ന് പറയുന്നതൊക്കെ ഒരു ഭാഗ്യമല്ലേ? അത് കഴുത്തി കയറിയാലും ഭർത്താവിന്റെ കൂടെ കഴിയാനേ ഒരു ഭാഗ്യം വേണം.